കൊറോണ കാരണം കുറച്ച് അധികം മാസം വീട്ടിലിരുന്നുകൊണ്ട് അടുത്തൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോൾ ഹോട്ടലിൽ റിസോർട്ടൊന്നും വേണ്ടാന്ന് വെച്ചു. ഒരു ടെൻറ്റ് സ്റ്റേ ബുക്ക് ചെയ്തു. സൂര്യനെല്ലിയിൽ ക്യാമ്പുട്ടി എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിയെ കണ്ടു, ഇഷ്ടപ്പെട്ടു, അപ്പം തന്നെ ബുക്കും ചെയ്തു. ഒറ്റയ്ക്ക് ഒരുപാട് ടെൻറ്റ് സ്റ്റേയിലൊക്കെ നിന്നിട്ടുണ്ടെങ്കിലും ഇത്ര വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഗാർഡൻ ഒക്കെ ഉള്ള ഒരു ക്യാമ്പ് സൈറ്റ് ഞാനിത് ആദ്യമായിട്ട് കാണും. പലപ്പോഴും ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ അധികം ഒരു ടെൻറ്റ് സ്റ്റേ ഒന്നും പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് ആദ്യം ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ പ്രോപ്പർട്ടിയും ഇവിടുത്തെ ഓവറോൾ മെയിൻ്റെനൻസും ഒക്കെ കണ്ടപ്പോൾ തോന്നി ആ ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ എത്തിപ്പെടാൻ സൂര്യനെല്ലിയിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ ചെറിയൊരു ജീപ്പ് സഫാരി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു 500 മീറ്റർ നടക്കാനും ഉണ്ടാവും. സോ അധികം ലഗേജ് നിർത്തി ആരെങ്കിലും വരാണ്ടിരിക്കുന്നതായിരിക്കും ബെറ്റർ. കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഇവർ നല്ല രീതിയിൽ സാനിറ്റൈസ് ചെയ്ത് 1 ടൈം യൂസബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഉണ്ടാവില്ല. എല്ലാ രീതിയിലുള്ള കൊറോണ വൈറസിനുള്ള പ്രിക്കോഷൻസും ഇവർ എടുത്തിട്ടുണ്ടാകും. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ഇവിടുന്ന് കാണുന്ന ഈ വ്യൂ തന്നെയാണ്. ആനയിറങ്ങൽ ഡാമിലേക്കുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് നേരിട്ട് കാണാൻ പറ്റുന്നത്. രാവിലെയൊക്കെ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ്. ഈ കാണുന്ന ചെറിയൊരു കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ബാക്കിയുള്ള കുറച്ചൊക്കെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഇവർ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പലപ്പോഴും മഴയും കാറ്റൊക്കെ വരുമ്പോൾ സെക്യൂർ ആയിട്ടിരിക്കാൻ വേണ്ടിയാണ് ചെയ്തേക്കുന്നത്. അല്ലാതെയും ഇവർ ടെൻറ്റ് പുറത്തടിച്ചിട്ടുണ്ട്. നമ്മൾ തന്നെ ടെൻറ്റ് ഇതാ കാണുന്നത്. നമുക്ക് വാതിൽ തുറക്കുമ്പോൾ തന്നെ കാണുന്ന വ്യൂ ഞാൻ ആദ്യം വീഡിയോയിൽ കാണിച്ചതാണ്. ഇവിടെ വന്നതിന് വേറൊരു ഉദ്ദേശം കൂടിയുണ്ട്. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് കൊളുക്കുമലയിൽ പോയിട്ട് സൺറൈസ് വ്യൂ കാണാം. അവിടുത്തെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം.